കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ മറുപടി തള്ളി ഇഡി. കിഫ്ബിയുടെ യോഗ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത് തോമസ് ഐസക്കാണ്. മസാല ബോണ്ട് ഇറക്കിയതിൽ തോമസ് ഐസക്കിന് വ്യക്തമായ പങ്കുണ്ടെന്നും ഇഡി പറഞ്ഞു. ഐസക് പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ലക്ഷ്മി, ഈ മസാല ബോണ്ട് കേസിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബോർഡാണ് എന്നുള്ളൊരു വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം ഇഡിക്ക് കോടതിയിൽ ഈ തോമസ് ഐസക് നൽകിയിരുന്നത്. എന്നാൽ ഈ തോമസ് ഐസക്കിന്റെ വാദത്തെ പൂർണ്ണമായി തള്ളുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇഡി ഇന്ന് കോടതിയിൽ നൽകിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇഡി സൂചിപ്പിക്കുന്നത് ഈ കിഫ്ബിയുടെ തീരുമാനങ്ങളിലെല്ലാം തന്നെ ഈ നിർണായകമായ പങ്കാണ് തോമസ് ഐസക്കിനുള്ളത്. ഈ മസാല ബോണ്ട് കേസിലടക്കം തോമസ് ഐസക്കിന് നിർണായകമായ പങ്കുണ്ട്. മാത്രവുമല്ല, ഈ കിഫ്ബി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ യോഗങ്ങളിൽ തോമസ് ഐസക് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഏതായാലും ഇഡി പങ്കുവെക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മിനിറ്റ്സിന്റെ കോപ്പി അടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഏതായാലും തോമസ് ഐസക് നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളുന്ന തരത്തിലുള്ള മറുപടിയാണ് ഇന്ന് ഇഡി കോടതിയിൽ നൽകിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നേരത്തെ കോടതിയിൽ ഇന്ന് ഇഡി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ 10 മാസമായിട്ട് ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ എതിർകക്ഷികൾ ആരും തന്നെ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഇഡി പറയുകയുണ്ടായി. നിയമത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ള എതിർകക്ഷികൾ മനഃപൂർവ്വം ഈ അന്വേഷണത്തെ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കിഫ്ബി നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഏതായാലും ഇഡി സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ഈ സത്യവാങ്മൂലത്തിലാണ് ഈ കാര്യങ്ങൾ, അതായത് അന്വേഷണത്തെ വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇത് എതിർകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇഡി സമർപ്പിച്ചിരിക്കുന്നത്. കിരണാണ് വിവരങ്ങൾ നൽകിയത്.